Today let us discuss a relationship between electric field and potential. For that, let us consider 2 points A and B separated by a very small distance dx. This distance dx is very small. നമ്മൾ ഡയഗ്രാം വരയ്ക്കുമ്പോൾ dx-നെ കാണാൻ പറ്റുന്നത് പോലെ ബോർഡിൽ വരയ്ക്കുന്നു എന്നേ ഉള്ളൂ. It is very small. The potential at A is V and the potential at B is V plus dV. ഇത് വെച്ചിരിക്കുന്നത് ഈ സിസ്റ്റം വെച്ചിരിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് പോസിറ്റീവ് എക്സ് ആക്സിലേക്ക് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നു എന്ന രീതിയിലാണ്. നമ്മുടെ റിലേഷൻഷിപ്പ് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ബിയിൽ നിന്നും എയിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് അസ്യൂം ചെയ്യണം. ബിയിൽ നിന്നും എയിലേക്ക് എന്ന് പറയുമ്പോൾ അത് ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ്. നമുക്കറിയാം വർക്ക് ഡൺ ബിയിൽ നിന്നും എയിലേക്ക് ഒരു ചാർജിനെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യേണ്ടതായി വരും. ആ വർക്ക് ഡൺ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് വെക്ടർ എഫ് ഡോട്ട് വെക്ടർ ഡി എക്സ്. ഇത് ആക്ച്വലി ഒരു കോൺസ്റ്റന്റ് ഫോഴ്സിനാണ് അപ്ലൈ ചെയ്യുക. പക്ഷെ എയും ബിയും വളരെ അടുത്തടുത്തുള്ള പോയിന്റ്സ് ആയിരിക്കുമ്പോൾ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് മോർ ഓർ ലെസ് ദ സെയിം എന്ന് അസ്യൂം ചെയ്യാം. അപ്പോ ഈ ഇക്വേഷൻ ശരിയാണ്, വെക്ടർ എഫ് ഡോട്ട് വെക്ടർ ഡി എക്സ്. ഇനി യൂണിറ്റ് പോസിറ്റീവ് ചാർജിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിനെയാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുക. അപ്പോ ഡി ഡബ്ല്യു ഈക്വൽ ടു വെക്ടർ ഇ ഡോട്ട് വെക്ടർ ഡി എക്സ് എന്ന് എഴുതിയാലും ശരിയാണ്. കാരണം ഇലക്ട്രിക് ഫീൽഡിന്റെ ഡെഫിനിഷൻ യൂണിറ്റ് പോസിറ്റീവ് ചാർജിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്നാണ്. ഇ ഈക്വൽ ടു എഫ് ബൈ ക്യൂ. ക്യൂ പ്ലസ് 1 കൂളം ആയിരിക്കുമ്പോ ഫോഴ്സ് എന്ന് പറയുന്നത് ഇ തന്നെയായിരിക്കും, ഇലക്ട്രിക് ഫീൽഡ് തന്നെയായിരിക്കും. ഡോട്ട് പ്രോഡക്റ്റിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇ ഡി എക്സ് കോസ് തീറ്റ എന്ന് കിട്ടും. തീറ്റയുടെ വാല്യൂ എത്രയാണെന്ന് അറിയണം. ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ്. ബിയിൽ നിന്നും എയിലേക്ക് ചാർജിനെ മൂവ് ചെയ്യിക്കുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ്. അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിനും ഡിസ്പ്ലേസ്മെന്റിനും ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റ 180 ഡിഗ്രി എന്ന് കാണാവുന്നതാണ്. സോ ഇ ഡി എക്സ് കോസ് 180 ഡിഗ്രി. What is cos 180 degree? -1. Or dw is equal to minus e dx എന്ന് കിട്ടും. അപ്പോ ചാർജിനെ മൂവ് ചെയ്യിക്കാനുള്ള വർക്ക് ഡണ് ഒരു എക്സ്പ്രഷൻ ആയി കഴിഞ്ഞു. dw ഈക്വൽ ടു മൈനസ് ഇ ഡി എക്സ്. ഇനി യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് മൂവ് ചെയ്യിക്കാനുള്ള വർക്ക് ഡണ്ണിനെയാണ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എന്ന് പറയുക. Therefore, dw is equal to the change in potential between the 2 points A and B for unit positive charge. dw is equal to dv for plus 1 coulomb. These two equations can be equated. Therefore, minus E dx is equal to dv or E equal to minus dv by dx. This is the relationship between electric field and potential. E equal to minus dv by dx. What is the meaning of this equation? Electric field is the negative gradient of potential, or electric field is in the direction of decreasing potential. Okay, അതാണ് ഈ ഇക്വേഷന്റെ മീനിങ്. ഇപ്പൊ ഒരു ചാർജിനെ നമ്മള് ബിയിൽ നിന്ന് എയിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് അസ്യൂം ചെയ്യുന്നു. ചാർജിനെ കൊണ്ടുവരാൻ പറ്റുക ഹയർ പൊട്ടൻഷ്യലിൽ നിന്നും ലോവർ പൊട്ടൻഷ്യലിലേക്കാണ്. സോ ബി ഈസ് അറ്റ് ദി ഹയർ പൊട്ടൻഷ്യൽ V plus dV and A is at the lower potential V.
ഓക്കെ, ഈ ഇക്വേഷനിൽ നിന്നും ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ് പറയാൻ പറ്റും. പൊട്ടൻഷ്യലിന്റെ യൂണിറ്റ് വോൾട്ട് ആണ്, ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. ദെയർഫോർ വോൾട്ട് പെർ മീറ്റർ എന്നുള്ളൊരു ഇക്വേഷൻ കിട്ടും. വോൾട്ട് പെർ മീറ്റർ എന്നുള്ളതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ. ഇതിൽ നിന്നും E = F/Q എന്നുള്ള ഇക്വേഷനിൽ നിന്നും നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിറൈവ് ചെയ്ത കിട്ടിയ ഇക്വേഷൻ എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ കൂളം ആണ്. ഫോഴ്സിന് ന്യൂട്ടനും ചാർജിന് കൂളവും ആവുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിന് ഒരു യൂണിറ്റ് ന്യൂട്ടൺ പെർ കൂളം ആണ്. മറ്റൊരു യൂണിറ്റും കൂടി ഇപ്പോ രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് കിട്ടിയിരിക്കുന്നു. അതാണ് ഇത് വോൾട്ട് പെർ മീറ്റർ. വളരെ സിമ്പിൾ സ്റ്റെപ്സിലാണ് ഡെറിവേഷൻ ചെയ്തിരിക്കുന്നത്. ഈ തീറ്റ 180 ഡിഗ്രി വന്നതും ഒക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇലക്ട്രിക് അല്ലെങ്കിൽ ഇലക്ട്രോണിക് സർക്യൂട്ടുകളിൽ എത്രത്തോളം കറന്റ് ഫ്ലോ ആകാം, വിവിധ ഘടകങ്ങളിൽ കൂടിയുള്ള റെസിസ്റ്റൻസ് വാല്യൂസ് എത്രയൊക്കെ ആവണം, ഇവയെല്ലാം തീരുമാനിക്കുന്നത് ഓംസ് ലോ അനുശാസിക്കുന്നത് പ്രകാരമാണ്. ഇലക്ട്രിക് അല്ലെങ്കിൽ ഇലക്ട്രോണിക് സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്ന റെസിസ്റ്ററുകൾ ഫിസിക്സ് അറിയാത്തവർക്ക് പോലും പരിചിതമാണ്. വൈദ്യുത പ്രവാഹത്തിന് സർക്യൂട്ടിലെ പല ഘടകങ്ങളിൽ ആവശ്യമായ പ്രതിരോധം ഏർപ്പെടുത്തുന്നതിനാണ് വിവിധ മൂല്യമുള്ള റെസിസ്റ്ററുകൾ പ്രയോജനപ്പെടുത്തുന്നത്. കാർബൺ റെസിസ്റ്ററുകളുടെ ചിത്രം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ കാർബൺ റെസിസ്റ്ററുകൾ വലിപ്പത്തിൽ ചെറിയവനെങ്കിലും സിമ്പിളും പവർഫുള്ളുമാണ്. ആദ്യത്തെ ബോക്സിൽ കാണിച്ചിരിക്കുന്നത് റിയോസ്റ്റാറ്റും റെസിസ്റ്റൻസ് ബോക്സുമാണ്. പൊട്ടൻഷ്യൽ മീറ്റർ, മീറ്റർ ബ്രിഡ്ജ് തുടങ്ങിയ പരീക്ഷണങ്ങൾ ഫിസിക്സ് ലാബിൽ ചെയ്യുമ്പോൾ ഇവയെക്കുറിച്ച് കൂടുതൽ ധാരണ നിങ്ങൾക്കുണ്ടാവും. ഇപ്പോൾ തൽക്കാലം ചിത്രം കണ്ട് മനസ്സിലാക്കുക. വയർ ബൗണ്ട് റെസിസ്റ്ററുകളാണ് റിയോസ്റ്റാറ്റും റെസിസ്റ്റൻസ് ബോക്സും. വയർ ബൗണ്ട് റെസിസ്റ്ററുകളും നമുക്ക് പരിചിതമായ സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്ന കാർബൺ റെസിസ്റ്ററുകളും തമ്മിലുള്ള താരതമ്യ പഠനമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വയർ ബൗണ്ട് റെസിസ്റ്ററുകൾ അലോയ്സ് ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. അലോയ്സ് താരതമ്യേന വില കൂടിയ പദാർത്ഥങ്ങളാണ്. ഉദാഹരണത്തിന് കോൺസ്റ്റാന്റിൻ, മാഗ്നാനിൻ, നിക്രോം മുതലായ അലോയ്സ് ഉപയോഗിച്ചാണ് റിയോസ്റ്റാറ്റും റെസിസ്റ്റൻസ് ബോക്സും നിർമ്മിച്ചിരിക്കുന്നത്. അവയിലെ റെസിസ്റ്റൻസ് വാല്യൂസ് സെറ്റ് ചെയ്യുന്നത് ഈ അലോയ്സ് ഉപയോഗിച്ചിട്ടാണ്. റെസിസ്റ്റൻസ് വാല്യൂസ് എങ്ങനെയൊക്കെ ആവാം? ഫ്രാക്ഷൻസ് ആവാം, അല്ലെങ്കിൽ 100 200 ഓം അങ്ങനെയൊക്കെ ആവാം. 0.1 0.2 0.3 അങ്ങനെ, അല്ലെങ്കിൽ 10 ഓം 20 ഓം 30 ഓം 1 2 3 4 5 6 7 8 9 10 ഓം ഇങ്ങനെയൊക്കെ ചെറിയ വാല്യൂസ് റെസിസ്റ്റൻസിന്റെ ആവശ്യമായിട്ട് വരുമ്പോഴാണ് റെസിസ്റ്റൻസ് ബോക്സ് ഉപയോഗിക്കുന്നത്. റെസിസ്റ്റൻസ് ബോക്സ് ആയാലും റിയോസ്റ്റാറ്റ് ആണെങ്കിലും വലിയ സൈസ് ഉള്ളവയാണ്. അവയ്ക്ക് വിലയും കൂടുതലാണ്. രണ്ടാമത്തെ കോളത്തിൽ കാണിച്ചിരിക്കുന്നത് കാർബൺ റെസിസ്റ്ററുകളാണ്. നമ്മളെല്ലാവരും സർക്യൂട്ടുകൾ കണ്ട് പരിചയമുള്ളവർ തന്നെയാണ്. സർക്യൂട്ടുകളില്, ഇലക്ട്രോണിക് സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്നത് കാർബൺ റെസിസ്റ്റേഴ്സ് ആണ്. കാർബൺ റെസിസ്റ്റേഴ്സിന് വില കുറവാണ്, പക്ഷെ അവ വളരെ കോമ്പാക്റ്റ് ആണ്. എത്ര ഹൈ വാല്യൂസ് വേണമെങ്കിലും കാർബൺ റെസിസ്റ്റേഴ്സ് ഉപയോഗിച്ച് നിർമ്മിക്കാൻ പറ്റും. കാർബൺ അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് ആണ് അസംസ്കൃത വസ്തു. കാർബണും ഗ്രാഫൈറ്റും വില കുറഞ്ഞതാണ്. എത്ര ഹൈ റെസിസ്റ്റൻസ് വേണമെങ്കിലും ഉണ്ടാക്കാം. കോമ്പാക്റ്റ് ആണ്, ഇൻഎക്സ്പെൻസീവ് ആണ്, വില കുറവാണ്. ഇതെല്ലാമാണ് കാർബൺ റെസിസ്റ്ററുകളെ വയർ ബൗണ്ട് റെസിസ്റ്ററുകളിൽ നിന്നും മികച്ചതാക്കുന്നത്. ഓക്കെ, കളർ കോഡിംഗ് ഓഫ് റെസിസ്റ്റേഴ്സ് പരിചയപ്പെടാം. ഏതെല്ലാമാണ് വിവിധ നിറങ്ങൾ? ബ്ലാക്ക്, ബ്രൗൺ, റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, വയലറ്റ്, ഗ്രേ, വൈറ്റ് ഇവയാണ് നിറങ്ങൾ. ഈ കളറുകൾ ഇതേ ക്രമത്തിൽ എങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും?
അതിന് ന്യൂമോണിക്കുകളുടെ സഹായം തേടാവുന്നതാണ്. എന്താണ് ന്യൂമോണിക്കുകൾ? മന്ത്രവാക്യങ്ങളാണ്. ഒരു മന്ത്രവാക്യം പറഞ്ഞു തരാം. B.B. Roy of Great Britain has a very good wife. മറ്റൊരു മന്ത്രവാക്യം പ്രചാരത്തിലുണ്ട്. അതാണ് Bright boys rave over young girls but veto getting wet. ഇവിടെ B.B. Roy of Great Britain has a very good wife എന്ന് എഴുതുമ്പോൾ BBROY അവയെല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. ഗ്രേറ്റ് ബ്രിട്ടനിലെ G ക്യാപിറ്റലാണ്, ബ്രിട്ടനിലെ B ക്യാപിറ്റലാണ്. പിന്നീട് വെരി ഗുഡ് വൈഫിന്റെ V ക്യാപിറ്റലാണ്, ഗുഡിന്റെ G ക്യാപിറ്റലാണ്, W ക്യാപിറ്റലാണ്. അപ്പോ ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് നിറങ്ങളെ ഓർത്തിരിക്കാൻ പറ്റും. ഇവിടെ നോക്കുക, ആദ്യത്തെ ലെറ്റേഴ്സ് നോക്കൂ. B.B. Roy of Great Britain has a very good wife. ആദ്യത്തെ ലെറ്റേഴ്സ് നോക്കിയാൽ മതി കളേഴ്സിലെ. ഇതിങ്ങനെ പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ബ്രൈറ്റ് ബോയ്സ് റേവ് ഓവർ യങ് ഗേൾസ് ബട്ട് വീറ്റോ ഗെറ്റിംഗ് വെഡ് എന്ന് പഠിച്ചാലും മതി. എല്ലാ വലിയ അക്ഷരങ്ങളും കളർ കോഡുകളെയാണ് സൂചിപ്പിക്കുന്നത്. ഇത്തരം അനേകം മന്ത്രവാക്യങ്ങളുണ്ട്. ഇവയൊക്കെ നമ്മുടെ ഭൗതികശാസ്ത്ര പഠനം എളുപ്പമാക്കുന്നവയാണ്. ഓക്കെ, ഇനി നമുക്ക് റെസിസ്റ്റൻസ് വാല്യൂസ് എങ്ങനെയൊക്കെ കണക്കാക്കാമെന്ന് നോക്കാം. കളർ കോഡിംഗ് ഓഫ് റെസിസ്റ്റേഴ്സ് വിശദമായി മനസ്സിലാക്കണം. നമ്മുടെ സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്ന ഒരു കാർബൺ റെസിസ്റ്ററിന്റെ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. 4-5 റിങ്ങുകളുള്ള കാർബൺ റെസിസ്റ്ററുകൾ ഉപയോഗിക്കാറുണ്ട്. അതിനൊരു സിലിണ്ടറിക്കൽ പോർഷൻ ഉണ്ടായിരിക്കും. അത് കാർബൺ കൊണ്ട് നിർമ്മിച്ചതാണ് അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് കൊണ്ട് നിർമ്മിച്ചതാണ്. പിന്നെ 2 മെറ്റൽ വയറുകൾ അതിനോട് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ചില സ്റ്റാൻഡേർഡ് വാല്യൂസ് ആണ് ഉപയോഗിച്ച് കാണുന്നത്. ഉദാഹരണത്തിന് ആദ്യത്തെ 2 വാല്യൂസ് 10 ഓം ആണ് വേണ്ടതെന്ന് വിചാരിച്ചോളൂ. 10 ഓം ആണ് വേണ്ടതെങ്കിൽ ആദ്യത്തെ റിങ് എന്തായിരിക്കും വേണ്ടത്? ആദ്യത്തെ റിങ് ബ്രൗൺ ആണ് വേണ്ടത്. 10-നാണെങ്കിൽ 0 വരണമെങ്കിൽ രണ്ടാമത്തെ റിങ് ബ്ലാക്ക് വേണം. മൂന്നാമത്തെ റിങ് 10⁻0 അല്ലേ, അതും ബ്ലാക്ക് വേണം. 5% ടോളറൻസ് ആണ് വേണ്ടതെങ്കിൽ 4ാമത്തെ റിങ് ഗോൾഡൻ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ 10 ഓം ആയി. ഇതൊരു സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. ഇങ്ങനെയുള്ളൊരു കളർ കോഡിംഗ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇത് 10 ഓം റെസിസ്റ്റർ ആണ്. 5% ടോളറൻസ് ആണ് അതിനുള്ളത്. വിശ്വാസ്യത ഏറ്റവും കൂടുതലുള്ളത് 4ാമത്തെ റിങ് ഗോൾഡൻ കളർ ആയിരിക്കുമ്പോഴാണ്. 10 ഓം റെസിസ്റ്ററിന്റെ കളർ കോഡിംഗ് എങ്ങനെയായിരിക്കും? ബ്രൗൺ, ബ്ലാക്ക്, ഗോൾഡ്, അങ്ങനെയുള്ള കളർ കോഡിംഗ് വന്നു കഴിഞ്ഞാൽ അത് 10 ഓമിന്റെ ആയിരിക്കും. ഇനി 12, 15, 18, 22, 27, 33, 39, 47, 56, 68, 82 എന്നിങ്ങനെയുള്ള വാല്യൂസ് ആദ്യത്തെ 2 മൂല്യങ്ങൾക്ക് വരത്തക്ക രീതിയിലാണ് സ്റ്റാൻഡേർഡ് റെസിസ്റ്ററുകൾ കണ്ടുവരാറുള്ളത്. 12-നാണെങ്കിൽ ആദ്യത്തെ 2 കളറുകൾ എന്താ വേണ്ടത്? ബ്രൗണും റെഡും വേണം. 15-നാണെങ്കിൽ ബ്രൗൺ ഗ്രീൻ. 18-ആണെങ്കിലോ ബ്രൗൺ ഗ്രേ. 22-ആണെങ്കിൽ റെഡ്. 27-ആണെങ്കിൽ റെഡ് വയലറ്റ്. 33-ആണെങ്കിൽ ഓറഞ്ച്. 39-ന് ഓറഞ്ച് വൈറ്റ്. ആദ്യത്തെ 2 റിങ്ങുകളുടെ നിറമാണ് പറയുന്നത്. 47-ആണെങ്കിൽ യെല്ലോ വയലറ്റ്. അടുത്തത് 56-ആണെങ്കിൽ ഗ്രീൻ ബ്ലൂ. ആദ്യത്തെ 2 റിങ്ങുകൾ യഥാക്രമം. 68-ആണെങ്കിൽ ആദ്യത്തെ റിങ് ബ്ലൂ ആയിരിക്കും, രണ്ടാമത്തെ റിങ് ഗ്രീൻ ആവും. 82-നാണെങ്കിൽ ഗ്രേ റെഡ്. ഇങ്ങനെയാണ് കളർ കോഡിംഗ് സെറ്റ് ചെയ്യുക. മെഗോമോ കിലോമോ ഒക്കെ സർക്യൂട്ടുകളിൽ വേണ്ടി വരാറുണ്ട്.
അതിനനുസരിച്ച് മൂന്നാമത്തെ കോഡ് സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോ 10⁻³ ആണ് വേണ്ടതെങ്കിൽ ഓറഞ്ച് ആയിരിക്കും സെറ്റ് ചെയ്യുക. 10⁻5 ആണെങ്കിൽ ഗ്രീൻ ആയിരിക്കും മൂന്നാമത്തെ റിംഗ് ആയിട്ട് സെറ്റ് ചെയ്യുക. 10⁻6 ആണെങ്കിൽ ബ്ലൂ ആയിരിക്കും സെറ്റ് ചെയ്യുക. അങ്ങനെ ഏത് വാല്യൂ ഓഫ് റെസിസ്റ്റേഴ്സ് വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. എന്നിരുന്നാലും ഈ പറഞ്ഞതുപോലെ 1, 12, 15, 18, 22, 27, 33, 39, 47, 56, 68, 82 എന്നിങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് വാല്യൂസ് ആണ് റെസിസ്റ്റേഴ്സിൽ നമുക്ക് പരിചിതമായ സർക്യൂട്ടുകളിൽ ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, നമുക്ക് മറ്റൊരെണ്ണം ചെയ്തു നോക്കാം. ഉദാഹരണത്തിന് 47 കിലോ ഓം വേണമെന്ന് വിചാരിച്ചോളൂ. 47 കിലോ ഓം ആണ് വേണ്ടത്. അപ്പോൾ 47 കിലോ ഓം ആണ് വേണ്ടതെങ്കിൽ ആദ്യത്തെ റിംഗ് ഏതാണ് വേണ്ടത്? യെല്ലോ ആണ് വേണ്ടത്. രണ്ടാമത്തെ റിംഗ് ഏതാ വേണ്ടത്? വയലറ്റ് ആണ് വേണ്ടത്. മൂന്നാമത്തെ റിംഗ് കിലോ ഓം അല്ലേ? കിലോ ഓം ആവുമ്പോഴേക്കും 10⁻³ ഓറഞ്ച് വേണം. ഇനി സിൽവർ ആണ് കൊടുക്കുന്നതെങ്കിൽ 10% റിലയബിലിറ്റി ആയിരിക്കും ഉണ്ടാവുക. വിശ്വാസ്യത കുറച്ചുകൂടി കുറഞ്ഞു. കളർ ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ ഒട്ടും റിലയബിൾ അല്ല. അങ്ങനെയുള്ളത് സാധാരണ ഉപയോഗിക്കാറില്ല. ഒരു 5% റിലയബിലിറ്റി ആണ് ഏറ്റവും മാക്സിമം ഉറപ്പുവരുത്താനാവുന്നത്. അപ്പൊ നമുക്ക് ഗോൾഡ് തന്നെ കൊടുക്കാം. നാലാമത്തെ റിംഗ് ഗോൾഡ് തന്നെ കൊടുക്കാം. അപ്പോൾ 47 കിലോ ഓം ആണ് ഇതിന്റെ വാല്യൂ വരുന്നത്. ഓക്കെ, കളർ കോഡിംഗ് നോക്കിക്കോളൂ. 47 കിലോ ഓമിന്റെ കളർ കോഡിംഗ് ഇങ്ങനെയാണ്: യെല്ലോ, വയലറ്റ്, ഓറഞ്ച്, അവസാനത്തത് ഗോൾഡൻ കളർ. ഓക്കെ, ഇങ്ങനെ കളർ കോഡിംഗ് തന്നു കഴിഞ്ഞാൽ ഏത് റെസിസ്റ്ററാണ് നമ്മുടെ കയ്യിലുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരു റെസിസ്റ്റർ കയ്യിലേക്ക് കിട്ടുകയാണ്, അപ്പോൾ അതിന്റെ വാല്യൂ വളരെ പെട്ടെന്ന് ഈ രീതിയിൽ കണക്കാക്കി എടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ക്ലാസ് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ചെയ്തു നോക്കണം. എക്സാമ്പിൾസ് കുറെ എണ്ണം എടുത്ത് ചെയ്തു നോക്കണം. ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന് അടുത്തു വച്ചിരിക്കുന്ന മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യും എന്ന് ക്രിസ്റ്റ്യൻ ഓൾസ്റ്റെഡ് എന്ന ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചു. അതായത് കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്താണെന്ന് മനസ്സിലാക്കി. Q ചാർജ് ഉള്ള ഒരു പാർട്ടിക്കിൾ v വെലോസിറ്റിയിൽ B മാഗ്നറ്റിക് ഫീൽഡിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അതിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് F = Q × V × B ആയിരിക്കും. അല്ലെങ്കിൽ F = QVB sin θ. മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ ഈ ഫോഴ്സിനെ പറയുന്ന പേരാണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. ലോറൻസ് ഫോഴ്സ് സ്റ്റാറ്റിക് ചാർജിനെയും ഡൈനാമിക് ചാർജിനെയും സംബന്ധിച്ച് പറയുന്നതാണ്. ദ ടോട്ടൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ പാർട്ടിക്കിൾ, ചാർജ്ഡ് പാർട്ടിക്കിൾ, വിച്ച് ഈസ് ഗിവൺ ബൈ Q × E + V × B എന്നുള്ളതാണ്. ചാർജ് റെസ്റ്റിലാണെങ്കിൽ V = 0 എന്ന് പറയാം. ആ സമയത്ത് F = QE എന്നുള്ള സ്റ്റാറ്റിക് ചാർജിന്റെ ഇക്വേഷൻ കൃത്യമാവുകയും ചെയ്യും. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, നോട്ട്സ് തന്നിട്ട് അത് വിശദീകരിക്കുന്ന രീതിയിലാണ് ക്ലാസ് പുരോഗമിക്കാറുള്ളത്. നോട്ട്സ് വ്യക്തമായി കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോ ക്വാളിറ്റി 780 പിക്സലിൽ സെറ്റ് ചെയ്താൽ നന്നായിരിക്കും. മിക്കവരും ഫോണിലായിരിക്കും യൂട്യൂബ് ഓപ്പൺ ആക്കുന്നതെന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ വലതുവശത്തെ മുകൾ ഭാഗത്ത് 3 ഡോട്ടുകളുണ്ട്. ആ 3 ഡോട്ടുകളിൽ ടച്ച് ചെയ്താൽ വീഡിയോ ക്വാളിറ്റി 780 പിക്സലിലാക്കാം. നോട്ട്സ് വ്യക്തമായിട്ട് എഴുതിയെടുക്കാൻ പറ്റും. ഇനി വൈഫൈ ഉള്ളവരാണെങ്കിൽ
1080 പിക്സലിലിട്ടാൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് നോട്ട്സ് കാണാൻ പറ്റും. സ്റ്റെപ്സ് മാത്രം ഒന്നുപോലും വിട്ടുപോകാതെ തന്നിട്ടുണ്ട്. പരീക്ഷയ്ക്ക് എഴുതി കഴിഞ്ഞാൽ എല്ലാ പോയിന്റ്സും ഉള്ളതുകൊണ്ട് ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേണമെങ്കിൽ നോട്ട്സ് നിങ്ങൾക്ക് എഴുതിയെടുക്കുകയും ആവാം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് മോഷൻ ഓഫ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഡിസ്കസ് ചെയ്യാം. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിനെ കുറിച്ച് അറിയാം. FB ഈക്വൽ ടു Q ഇൻറ്റു V ക്രോസ് B എന്നതാണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. If a charged particle of charge Q enters a perpendicular magnetic field with a velocity v, then the force acting on that charge is given by F equal to Q into V cross B equal to QVB sin theta equal to QVB. ഇവിടെ sin theta equal to sin 90 equal to 1 ആണ് പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്യുമ്പോൾ. ഇനി നമുക്ക് ആലോചിക്കാനുള്ളത് ഈ ഫോഴ്സ് എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ എന്നാണ്. ഫോഴ്സിന്റെ ഡിറക്ഷനിൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായാൽ മാത്രമേ ഫോഴ്സ് വർക്ക് ചെയ്തതായി കണക്കാക്കുകയുള്ളൂ. ഇവിടെ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ ഫോഴ്സും വെലോസിറ്റി വെക്ടറും പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നത്. അങ്ങനെയാകുമ്പോൾ വർക്കിന്റെ ഡെഫിനിഷൻ പ്രകാരം വർക്ക് W ഈക്വൽ ടു വെക്ടർ F ഡോട്ട് വെക്ടർ D എന്നുള്ളത് W ഈക്വൽ ടു FD കോസ് തീറ്റ ഈക്വൽ ടു FD കോസ് 90 ഈക്വൽ ടു 0 എന്ന് വരും. അതായത് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ അത് വർക്കൊന്നും ചെയ്യുകയില്ല. വർക്ക് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന പാത്ത് സർക്കുലർ ആയിട്ടായിരിക്കും വരിക. ഓക്കെ, ദ ചാർജ് എക്സിക്യൂട്ട്സ് എ സർക്കുലർ മോഷൻ ഇൻസൈഡ് ദി മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ എന്താ ഡിസ്പ്ലേസ്മെന്റ് 0 ആകുന്നത് സർക്കുലർ പാത്തിലായിരിക്കുമ്പോഴാണല്ലോ. അതുകൊണ്ടാണ് വർക്ക് W ഈക്വൽ ടു 0 എന്ന് മറ്റൊരു രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കുക. ഇനി സർക്കുലർ പാത്ത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിനൊരു സെൻട്രിപിറ്റൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും. ആ സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് mv²r ആയിരിക്കും. m മാസുള്ള പാർട്ടിക്കിൾ v വെലോസിറ്റിയിൽ r റേഡിയസ് ഉള്ള സർക്കുലർ പാത്തിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡാണ് mv²r എന്ന് പറയുന്നത്. ഈ സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ FB ആണ്, അല്ലെങ്കിൽ QVB ആണ്. ഓക്കെ, ഓർ R ഈക്വൽ ടു mv/QB. ഇതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത് ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ മൊമെന്റം കൂടുകയാണെങ്കിൽ സർക്കുലർ പാത്തിന്റെ റേഡിയസും കൂടുന്നതായിരിക്കും എന്നാണ്. ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി അല്ലാതെ മറ്റേതെങ്കിലും ഒരു ആംഗിളിൽ എൻ്റർ ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ പാത്ത് എന്തായിരിക്കും? തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആയിരിക്കുമ്പോൾ സർക്കുലർ പാത്ത് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് തീറ്റയ്ക്ക് മറ്റേതെങ്കിലും വാല്യൂ ആണ് ഉള്ളതെങ്കിൽ എന്തായിരിക്കും? അപ്പോൾ ഹെലിക്കൽ പാത്താവും ചാർജ്ഡ് പാർട്ടിക്കിൾ എക്സിക്യൂട്ട് ചെയ്യുക. ഹെലിക്കൽ പാത്തിന്റെ ഡെമോൺസ്ട്രേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ക്ലിയർ? Now let us discuss the motion of a charged particle in combined electric and magnetic fields. Force acting on a charge in a uniform electric field is given by Fe equal to QE. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ. ഫോഴ്സിന്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ ഡിറക്ഷനിലായിരിക്കും. ഇനി ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവിംഗ് ആണെന്ന് വിചാരിക്കുക. v വെലോസിറ്റിയില് b മാഗ്നറ്റിക് ഫീൽഡിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആയിരിക്കും ആക്ട് ചെയ്യുക. അതിന്റെ വാല്യൂ FB ഈക്വൽ ടു QVB ആയിരിക്കും, Q ഇൻറ്റു V ക്രോസ് B. ഓക്കെ, ദിസ് ഫോഴ്സ് ഈസ് ആക്ടിംഗ് പെർപെൻഡിക്കുലർ ടു ബോത്ത് V ആൻഡ് B. ഡെമോൺസ്ട്രേഷനുകൾ ശ്രദ്ധിക്കുക. ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും വാല്യൂസ് അഡ്ജസ്റ്റ് ചെയ്ത് അത് രണ്ടും
ഈക്വൽ ആക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ളൊരു ഫീൽഡിലേക്കാണ് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുന്നതെന്നിരിക്കട്ടെ. നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? ആ ചാർജ്ഡ് പാർട്ടിക്കിൾ അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് മൂവ് ചെയ്യുന്നതായിരിക്കും. എന്താണ് ഇതിന് കാരണം? ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും വാല്യൂസ് ഈക്വൽ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ QE ഈക്വൽ ടു QVB എന്ന് കിട്ടുന്നതായിരിക്കും. ദെൻ വെലോസിറ്റി ഓഫ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾ വിൽ ബി E/B. ഇവിടെ വെലോസിറ്റി V E/B എന്നുള്ളത് അൺഡിഫ്ലക്റ്റഡ് വാല്യൂ ആണ്. ഇതില് മാസും ചാർജും ഒന്നും വരുന്നില്ല. ഇങ്ങനെ വെലോസിറ്റി പെർപെൻഡിക്കുലർ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡില് സെലക്ട് ചെയ്യാൻ സാധിക്കും. ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ വെലോസിറ്റി സെലക്ട് ചെയ്യാൻ സാധിക്കും. V ഈക്വൽ ടു E/B എന്നുള്ളതിനെ പറയുന്ന പേരാണ് വെലോസിറ്റി സെലക്ടർ. ഇമ്പോർട്ടന്റ് ആണ് ഇത് കാര്യം. Adjusting the values of electric and magnetic fields such that the force due to these two fields become equal, then velocity of the charged particle will be V equal to E/B, and that is called velocity selector. Next, let us discuss cyclotron. It is a device used to accelerate charged particles to high energy. ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ ഹൈ എനർജിയിലേക്ക് ആക്സിലറേറ്റ് ചെയ്യിക്കണം. അതിനുവേണ്ടി മുൻപ് ഉപയോഗിച്ചിരുന്ന ഡിവൈസാണ് സൈക്ലോട്രോൺ. അതിന്റെ തിയറി വളരെ ഇമ്പോർട്ടന്റ് ആണ്. സൈക്ലോട്രോൺ ഡിസൈൻ ചെയ്തത് ലോറൻസും ലിവിങ്സ്റ്റണുമാണ്. അവരുടെ ചിത്രങ്ങൾ കാണിച്ചിട്ടുണ്ട്. എന്തെല്ലാമാണ് സൈക്ലോട്രോണിന്റെ ഭാഗങ്ങൾ? സൈക്ലോട്രോണില് ഇലക്ട്രിക് ഫീൽഡ് ഉപയോഗിക്കുന്നുണ്ട്, മാഗ്നറ്റിക് ഫീൽഡും ഉപയോഗിക്കുന്നുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു RF ഓസിലേറ്റർ, റേഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റർ കൊടുക്കുന്നുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് വളരെ ശക്തിയുള്ള ഒരു കാന്തം കാണിച്ചിട്ടുണ്ട്. നോർത്ത് പോളും സൗത്ത് പോളും ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഇവിടെ പെർപെൻഡിക്കുലർ ആയിട്ട് വരത്തക്ക രീതിയിലുള്ള ഒരു പ്രത്യേക സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഡീസ് എന്ന് പറയുന്ന രണ്ട് ഭാഗങ്ങൾ കാണാം. ഡീസ് എന്ന് പറയാൻ കാരണം അതിന് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ക്യാപിറ്റൽ ലെറ്റർ ഡിയുടെ ഷേപ്പ് ഉള്ളത് കൊണ്ടാണ് ഡീസ് എന്ന് പറയുക. D1 D2 ആണ് ഡീസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. P എന്ന് കാണിച്ചിരിക്കുന്നത്, നടുവിൽ കാണിച്ചിരിക്കുന്നത് സോഴ്സ് ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശക്തിയുള്ളൊരു കാന്തം വെച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് R എന്ന് കാണിച്ചിരിക്കുന്നത് റേഡിയോ ഫ്രീക്വൻസി ഓസിലേറ്ററിനെ സൂചിപ്പിക്കുന്നു. ഓക്കെ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ആദ്യം ഇലക്ട്രിക് ഫീൽഡ് ചാർജ്ഡ് പാർട്ടിക്കിളിന് കൊടുക്കും. അത് RF ഓസിലേറ്റർ വെച്ചിട്ടാണ് ചാർജ്ഡ് പാർട്ടിക്കിളിൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുക. ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരത്തക്ക രീതിയിൽ ആയിരിക്കും. സൈക്ലോട്രോൺ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഡീസിന്റെ അകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കില്ല, പക്ഷെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. കാരണം ഡീസ് മാഗ്നറ്റിക് ഫീൽഡിലാണല്ലോ വെച്ചിരിക്കുന്നത്. ഡയഗ്രത്തിൽ നിന്ന് അത് ക്ലിയർ ആണ്. റേഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റർ വെച്ചിട്ട് ചാർജിനെ ആക്സിലറേറ്റ് ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആയിട്ടാണ് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാർജ്ഡ് പാർട്ടിക്കിൾ സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യും. പ്രോപ്പർ ആയിട്ട് ആക്സിലറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് റൊട്ടേഷൻ ഓഫ് ദി ചാർജ്ഡ് പാർട്ടിക്കിൾ ആൻഡ് ഫ്രീക്വൻസി ഓഫ് റേഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റർ രണ്ടും തുല്യമാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞു ഇവിടെ സർക്കുലർ മോഷൻ ആണ് എക്സിക്യൂട്ട് ചെയ്യുക. പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ എൻറ്റർ ചെയ്യുന്നു. അപ്പോ ഉള്ള കണ്ടീഷൻ mv²/r ഈക്വൽ ടു QVB എന്നുള്ളതാണ്. R ഈക്വൽ ടു QV ഡിവൈഡഡ് ബൈ MB എന്നുള്ളതാണ്. ഓക്കെ, ഇനി ടൈം പീരീഡ് ഓഫ് റൊട്ടേഷൻ, ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ ടൈം പീരീഡ് ഓഫ് റൊട്ടേഷൻ എന്തായിരിക്കും? സർക്കുലർ പാത്താണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ടൈം പീരീഡ് എന്ന് പറയുന്നത്
ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. ഡിസ്റ്റൻസ് എന്നുള്ളത് സർക്കുലർ പാത്തിൽ 2πr ആയിരിക്കും. വെലോസിറ്റി v ആയിരിക്കട്ടെ. അങ്ങനെയാവുമ്പോൾ t ഈക്വൽ ടു 2π/v ഇൻറ്റു നമ്മുടെ റേഡിയസ് ഓഫ് ദി സർക്കുലർ പാത്തിന്റെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ t ഈക്വൽ ടു 2πm ഡിവൈഡഡ് ബൈ qb എന്ന് കിട്ടുന്നതായിരിക്കും. ഇതിൽ നിന്നും സൈക്ലോട്രോൺ ഫ്രീക്വൻസി, റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ, അതെടുക്കുമ്പോൾ കിട്ടുക ന്യൂ സി സൈക്ലോട്രോൺ ഫ്രീക്വൻസി ഈക്വൽ ടു 1/t ഈക്വൽ ടു qb/2πm എന്നായിരിക്കും. ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ എന്തായിരിക്കും? നമുക്കറിയാം വെലോസിറ്റി v ഈക്വൽ ടു qbr ഡിവൈഡഡ് ബൈ m എന്നായിരിക്കും. വെലോസിറ്റി കൂടുതലായിരിക്കുമ്പോൾ റേഡിയസ് ഓഫ് ദി സർക്കുലർ പാത്തും കൂടുതലായിട്ട് വരും. മാക്സിമം റേഡിയസ് പോസിബിൾ ആവുന്നത് d യുടെ റേഡിയസ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് സ്മോൾ r ഈക്വൽ ടു ക്യാപിറ്റൽ R. അങ്ങനെ വരുമ്പോൾ വെലോസിറ്റി മാക്സിമം ആയിട്ടായിരിക്കും കിട്ടുക. So when small r equal to capital R, the velocity is maximum and that maximum value of velocity is given by V maximum equal to QB capital R divided by M. Kinetic energy യുടെ എക്സ്പ്രഷൻ അറിയാം, half mv square. V maximത്തിന്റെ വാല്യൂ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ കിട്ടുക q² b² r² ഡിവൈഡഡ് ബൈ 2m എന്നായിരിക്കും. ഓക്കെ, ക്യൂ ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ ചാർജ്, ബി മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ, ആർ റേഡിയസ് ഓഫ് ദി ഡി, എം മാസ് ഓഫ് ദി ചാർജ്ഡ് പാർട്ടിക്കിൾ. സോ ദിസ് ഈസ് ദി എക്സ്പ്രഷൻ ഫോർ ദി മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ദി ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ എ സൈക്ലോട്രോൺ. സൈക്ലോട്രോണിന്റെ യൂസസും ലിമിറ്റേഷൻസും കൊടുത്തിരിക്കുന്നു. യൂസസ് വായിച്ചു പഠിക്കാനുള്ളതേ ഉള്ളൂ. ന്യൂക്ലിയർ റിയാക്ഷൻസിൽ ഹൈ എനർജി പാർട്ടിക്കിൾ കൊളീഷൻസ് വേണം. അതിനുള്ള ഹൈലി ആക്സിലറേറ്റഡ് മോഷൻ ഓഫ് ചാർജ് പാർട്ടിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സൈക്ലോട്രോൺ ഉപയോഗിച്ചിരുന്നു. പിന്നെ 2 യൂസസ് കൂടി കൊടുത്തിട്ടുണ്ട്. ലിമിറ്റേഷൻസ് ആണ് ഏറ്റവും പ്രധാനം. ലിമിറ്റേഷൻസ് എന്ന് വെച്ചാൽ ചാർജ്ലെസ് പാർട്ടിക്കിൾസിനെ ആക്സിലറേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. ന്യൂട്രോൺ പോലുള്ള ചാർജ്ലെസ് പാർട്ടിക്കിൾസിനെ ആക്സിലറേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. ചാർജ്ഡ് പാർട്ടിക്കിൾ ആയിരിക്കണം. അതുപോലെ മാസ് തീരെ കുറഞ്ഞ ഇലക്ട്രോൺ പോലുള്ള പാർട്ടിക്കിളിനെ ആക്സിലറേറ്റ് ചെയ്യാനും സാധിക്കുകയില്ല. അപ്പോൾ ഒരു പരിഗണിക്കത്തക്ക മാസുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾ ആണെങ്കിൽ മാത്രമേ സൈക്ലോട്രോൺ ഉപയോഗിച്ച് ആക്സിലറേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതാണ് സൈക്ലോട്രോണിന്റെ ഒരു പ്രധാനപ്പെട്ട ലിമിറ്റേഷൻ. സൈക്ലോട്രോൺ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പരീക്ഷയ്ക്ക് 4 മാർക്കിന്റെ ചോദ്യമായിട്ട് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. പഠിക്കണം. സ്റ്റെപ്സ് ഇതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് എഴുതി പഠിക്കുക. പരീക്ഷയ്ക്ക് ഇത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും എഴുതാൻ പറ്റട്ടെ എന്നും ആശംസിക്കുന്നു. പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് എന്നതിന്റെ എക്സ്പ്രഷനിൽ നിന്നാണ് നമുക്ക് ഇന്ന് തുടങ്ങാനുള്ളത്. പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് പ്ലസ് ക്യൂ ഇൻ എയർ ഓർ ഫ്രീ സ്പേസ് ഈസ് V equal to 1/4πε0 q/r. 1/4πε0 is a constant. Plus q is our point charge. R is the distance. ബോർഡിന്റെ പ്രതലത്തിൽ r ഡിസ്റ്റൻസിൽ പ്ലസ് ക്യൂവിന് ചുറ്റുമുള്ള പോയിന്റുകളെല്ലാം ചേർത്ത് വരച്ചാൽ നമുക്കൊരു സർക്കിൾ കിട്ടും. പ്ലസ് ക്യൂ ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഡിറക്റ്റ് ചെയ്തിരിക്കുന്നത് റേഡിയലി ഔട്ട്വേർഡ്സ് ആയിരിക്കും. അത് നമുക്ക് ആരോ മാർക്ക് കൊണ്ട് സൂചിപ്പിക്കാനാവും. ഈ സർക്കിളിന്റെ സർക്കംഫറൻസിലെ എല്ലാ പോയിന്റുകളിലും ഒരേ പൊട്ടൻഷ്യൽ ആയിരിക്കും. അങ്ങനെ ഈക്വൽ പൊട്ടൻഷ്യൽ ഉള്ള സർഫസുകളെ പറയുന്ന പേരാണ് ഈക്വി പൊട്ടൻഷ്യൽ സർഫസ്. പോയിന്റ് ചാർജ് പ്ലസ് ക്യൂവിൽ നിന്നുള്ള ഡിസ്റ്റൻസ് R equal to 1 unit, 2 unit, 3 unit ഇങ്ങനെ മാറുന്നതിനനുസരിച്ച് നമുക്ക് കോൺസെൻട്രിക് സർക്കിൾസ് കിട്ടും.
ഇവയെല്ലാം പ്രത്യേകം ഈക്വി പൊട്ടൻഷ്യൽ സർഫസസ് ആണ്. പോയിന്റ് ചാർജിന്റെ ഈക്വി പൊട്ടൻഷ്യൽ സർഫസ് ആർ റേഡിയസ് ഉള്ള സ്ഫിയർ ആണ്. ഈക്വി പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത് സ്ഫിയർ ആയിട്ടായിരിക്കും വരിക. ബോർഡിൽ നമുക്ക് സർക്കിൾ ആയിട്ടാണ് വരയ്ക്കാനാവുക. പോയിന്റ് ചാർജിന്റെ ഈക്വി പൊട്ടൻഷ്യൽ സർഫസുകൾ വരയ്ക്കാം. സോ വി ഹാവ് എ പ്ലസ് ക്യൂ ചാർജ്, first equipotential surface for distance r1. Let us join these points. So at the circumference of this circle, the potential is the same. Now for another value, say R2, let us draw the equipotential surface. R2, 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 R2. The direction of the electric field is marked. It is radially outwards. So the direction is marked. Direction of the electric field is marked radially outwards. The second equipotential surface is drawn. Likewise, we can have any number of equipotential surfaces. Say for R3, the equipotential surface could be like this. R3, at all points with distance R3, the potential is the same because V equal to 1 by 4 pi epsilon 0 Q by R. So any number of equipotential surfaces can be drawn for a point charge. Okay. Let us see the properties of equipotential surfaces next. Before that, ഒരു കാര്യം പറഞ്ഞോട്ടെ, എന്റെ വീഡിയോ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഓപ്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. Okay, let us discuss the properties of an equipotential surface. ഇവിടെ നമ്മൾ 4 പ്രോപ്പർട്ടീസ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഒരുപാട് പ്രോപ്പർട്ടീസ് പറയാനുണ്ട്. അതിനെല്ലാത്തിനും പ്രൂഫ് സഹിതം പറയാൻ പറ്റുന്നതാണ്. പക്ഷേ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു 4 എണ്ണം മാത്രം ഇപ്പോൾ പറയുന്നേ ഉള്ളൂ. ആദ്യത്തേത് അതിൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ഈസ് 0. വി ഹാവ് ദ ടെസ്റ്റ് ചാർജ് പ്ലസ് ക്യൂ അറ്റ് എ ഡിസ്റ്റൻസ് r ഫ്രം ദ ടെസ്റ്റ് ചാർജ് പ്ലസ് ക്യൂ. The equipotential surface is shown in the figure. Let us consider 2 points A and B. Let VA be the potential at A and VB the potential at B. To move a charge from A to B, work has to be done and that work is called the potential. Okay. അപ്പോൾ നമ്മൾക്ക് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യാൻ വി എ ബി ഫൈനൽ പോയിന്റിലെ പൊട്ടൻഷ്യൽ മൈനസ് ഇനിഷ്യൽ പോയിന്റിലെ പൊട്ടൻഷ്യൽ, 2 പോയിന്റ്സിലും ഈക്വൽ പൊട്ടൻഷ്യൽ ആയതുകൊണ്ട് വി എയും വി ബിയും ഈക്വൽ ആയതുകൊണ്ട് വി എ ബി ഈക്വൽ ടു 0 എന്ന് പറയാം. അല്ലെങ്കിൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ഈക്വൽ ടു 0. അതാണ് ആദ്യത്തേത്. ഇനി രണ്ടാമത്തത് വർക്ക് ഡൺ ഇൻ മൂവിങ് എ ചാർജ് ഇൻ ആൻ ഈക്വൽ പൊട്ടൻഷ്യൽ സർഫസ് ഈസ് 0. നമുക്ക് പൊട്ടൻഷ്യലിന്റെ ഡെഫിനിഷൻ അറിയാം. Work done in bringing a unit positive charge from infinity to that point is called the potential at that point.
സോ പൊട്ടൻഷ്യൽ വി ഈക്വൽ ടു വർക്ക് ബൈ ചാർജ്, ടെസ്റ്റ് ചാർജ് Q0 എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ടെസ്റ്റ് ചാർജിനെ ഒരു സ്മോൾ ഡിസ്റ്റൻസിൽ കൂടിയാണ് മൂവ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ വർക്ക് ഡൺ, എലിമെൻ്ററി വർക്ക് ഡൺ DW എന്ന് എടുക്കാം, ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ DV എന്ന് എടുക്കാം. അപ്പോൾ ഇക്വേഷൻ DV ഈക്വൽ ടു DW ഡിവൈഡ് ബൈ Q0 or DW equal to DV into Q0. But we know DV equal to 0. Change in potential equal to 0 for an equipotential surface which is already proved. Therefore, work done equal to 0. ഇപ്പോൾ രണ്ട് പ്രോപ്പർട്ടീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഫോർ ദ ടെസ്റ്റ് ചാർജ് Q0, we have drawn two equipotential surfaces for r equal to 1 cm and r equal to 2 cm. 2 cm. ഇപ്പോൾ ഒരു പോയിന്റ് ചാർജിൻ്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത് സ്ഫിയർ ആയിരിക്കും. നമുക്ക് 2 ഡയമെൻഷനായിട്ട് എന്തിൽ കാണിക്കാൻ പറ്റുള്ളൂ, ഒരു ബുക്കിൽ വരയ്ക്കുമ്പോൾ കാണിക്കാൻ പറ്റുള്ളൂ. സോ അത് സർക്കിളായിട്ട് കാണിച്ചിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്കൊരു ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യിക്കണം. നമ്മുടെ യൂഷ്വൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത് വർക്ക് ഈക്വൽ ടു, ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യിക്കാൻ ആ ഡിസ്പ്ലേസ്മെൻറ്റിനെ അവിടെ ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറിനും ഫോഴ്സ് വെക്ടറിനും ഇടയ്ക്കൊരു ആംഗിൾ ഉണ്ടെങ്കിൽ എലിമെൻ്ററി വർക്ക് ഡൺ DW ഈക്വൽ ടു വെക്ടർ F ഡോട്ട് വെക്ടർ DX എന്നുള്ളതാണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഇപ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്നത് ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിന് ഇടയ്ക്ക് ഒരു ആംഗിൾ ഉണ്ടാവുമ്പോഴാണ്. നമുക്ക് ഡോട്ട് പ്രോഡക്റ്റിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് അറിയാം DW ഈക്വൽ ടു F dx cos θ. ഇനി ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡെഫിനിഷൻ അറിയാം. വാട്ട് ഈസ് ഇലക്ട്രിക് ഫീൽഡ്? ഫോഴ്സ് ആക്ടിങ് ഓൺ ദി ടെസ്റ്റ് ചാർജ് Q0. ഇപ്പം ഒരു Q0 ചാർജ് ഒരു ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ടെസ്റ്റ് ചാർജിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ആയിരിക്കും ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ്. അല്ലെങ്കിൽ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ Q0 ഇൻറ്റു E ഈക്വൽ ടു ഫോഴ്സ് എന്ന് കിട്ടും. ഇനി നമ്മുടെ ഇക്വേഷൻ 1ലേക്ക് വരാം. അവിടെ ഫോഴ്സിന് പകരം Q0 ഇൻറ്റു E എന്ന് കൊടുക്കുക. DW ഈക്വൽ ടു Q0 E ഡോട്ട് DX എന്ന് കിട്ടും. വെക്ടർ ഇയും വെക്ടർ DXും വെക്ടേഴ്സാണ്. ഇനി അത് ഡോട്ട് പ്രോഡക്റ്റിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ Q0 E dx cos θ എന്ന് കിട്ടും. മാർക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 2. നമ്മൾ പൊട്ടൻഷ്യലിൻ്റെ ഡെഫിനിഷനിലേക്ക് വരിക. വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടെസ്റ്റ് ചാർജിനെ സ്മോൾ ഡിസ്റ്റൻസിൽ കൂടിയാണ് മൂവ് ചെയ്യിക്കാനുള്ളതെങ്കിൽ അവിടുത്തെ എലിമെൻ്ററി വർക്ക് ഡൺ DW പൊട്ടൻഷ്യൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ DV ആയിരിക്കും. വളരെ ചെറിയ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ DV. സോ DW ഈക്വൽ ടു Q0 ഇൻറ്റു DV. ഇക്വേഷൻ നമ്പർ 3. നമുക്ക് വർക്കിന് രണ്ട് ഡെഫിനിഷൻസ് കിട്ടി. എലിമെൻ്ററി വർക്ക്, ചെറിയ വർക്ക് DWന് രണ്ട് ഡെഫിനിഷൻസ്, രണ്ട് ഇക്വേഷൻസ് കിട്ടിക്കഴിഞ്ഞു. അത് രണ്ടും ഒരേ കാര്യം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിന് രണ്ടിനെയും കൂടി ഇക്വേറ്റ് ചെയ്യാം. സോ Q0 ഇൻറ്റു DV ഈക്വൽ ടു Q0 E dx cos θ എന്ന് പറയാം. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ 0 ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഈ ടേം കാണില്ല. അല്ലെങ്കിൽ Q0 E dx cos θ ഈക്വൽ ടു 0. ഒരു പ്രോഡക്റ്റ് 0 ആകും. അപ്പോൾ ഇതിലെ ഏതെങ്കിലും ഒരെണ്ണം, 4 ഉണ്ട്, Q0 E dx cos θ, ഇതിൽ ഏതെങ്കിലും ഒന്ന് 0 ആവണം. അപ്പോൾ പ്രോഡക്റ്റ് 0 ആയി എന്ന് പറയാം. പക്ഷേ Q0 ടെസ്റ്റ് ചാർജ് ഒരിക്കലും 0 അല്ല. അതുപോലെ ഇലക്ട്രിക് ഫീൽഡ് ഒരിക്കലും 0 അല്ല. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് മാറുന്നതിനനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഇലക്ട്രിക് ഫീൽഡ് ഒരിക്കലും 0 അല്ല. അതുപോലെ ചാർജിനെ മൂവ് ചെയ്യിക്കാനുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്നല്ല, ഇവിടെ ഡിസ്റ്റൻസ് പൊട്ടൻഷ്യൽ അല്ലേ, അപ്പോൾ അതുകൊണ്ട് ഡിസ്റ്റൻസ് അതൊരിക്കലും 0 അല്ല. പിന്നെ ആകെ 0 ആകാൻ പറ്റുന്നത്
ഇലക്ട്രിക് ഫീൽഡിനും അതുപോലെ നമ്മുടെ സർഫസിനും ഇടയിലുള്ള ആംഗിൾ, അതാണ് അതിൻ്റെ കോസ് തീറ്റ, കോസ് കമ്പോണൻ്റ് ആണ് ആകെപ്പാടെ 0 ആകാൻ പറ്റുന്നത്. കോസ് തീറ്റ 0 ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം കോസ് 90 0 ആണ്, അല്ലെങ്കിൽ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി. ദാറ്റ് മീൻസ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇപ്പം ഇത് നമ്മുടെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഇതാണെന്ന് വിചാരിക്കുക. അപ്പം ഇലക്ട്രിക് ഫീൽഡ് ഇതിന് നോർമലായിട്ടായിരിക്കും. അപ്പോൾ സർഫസ് ഇതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ, ഈ ആംഗിളാണ് 90 ഡിഗ്രി എന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ തേർഡ് പോയിന്റ് ഈസ് ക്ലിയർ ഐ തിങ്ക്. ഇനി നമുക്ക് ഒരു പോയിന്റ് കൂടി ഡിസ്കസ് ചെയ്യാം. ടു ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് കനോട്ട് ഇന്റർസെക്ട് ഈച്ച് അതർ. രണ്ട് ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ കൺസിഡർ ചെയ്യാം. ഒരെണ്ണത്തിൻ്റെ വാല്യൂ ഒരു ഷീറ്റിൽ എല്ലായിടത്തും വി തന്നെയാണ്. ഒരെണ്ണത്തിൻ്റെ ഏത് പോയിന്റ് എടുത്താലും അവിടെ എല്ലായിടത്തും വി പ്ലസ് ഡി വി ആണ്. ഇത് രണ്ടും കൂടി ഇന്റർസെക്ട് ചെയ്യുകയാണെന്ന് വിചാരിച്ചോളൂ. അപ്പം ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ, ഇന്റർസെക്ട് ചെയ്യുന്ന ഈ ഭാഗത്ത്, ഷെയ്ഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഭാഗത്ത് പൊട്ടൻഷ്യലിന് രണ്ട് വാല്യൂസ് കാണാൻ പറ്റും. ഇപ്പം വി പ്ലസ് ഡി വിയോ വി മൈനസ് ഡി വിയോ ആയിട്ട് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ കാണാൻ പറ്റും. പക്ഷേ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ, ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്, ഈ ഭാഗവും ഇക്വിപൊട്ടൻഷ്യൽ ആയിരിക്കണം. അപ്പം അതിന് രണ്ട് വാല്യൂസ് ഒരിക്കലും പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തു പറയും, അത് ഇന്റർസെക്ട് ചെയ്യാൻ പറ്റില്ല. If they intersect each other, then at the point of intersection there can be two values of electric potential, which is impossible. So the properties of equipotential surfaces are discussed briefly. Equipotential surface ന്റെ പ്രോപ്പർട്ടീസ് ആണ് പറഞ്ഞത്. 4 പ്രോപ്പർട്ടീസ് മാത്രമേ പറഞ്ഞുള്ളൂ. ഒരുപാട് പ്രോപ്പർട്ടികളുണ്ട്, വിശദീകരിക്കേണ്ടതാണ് പലതും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 മാത്രം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമുക്ക് ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ ലൈൻ ചാർജിന്റെയും പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജിന്റെയും എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. നമുക്കറിയാം പോയിന്റ് ചാർജിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് എന്ന് പറയുന്നത് കോൺസെൻട്രിക് സ്ഫിയേഴ്സ് ആയിരിക്കും. കോൺസെൻട്രിക് സ്ഫിയേഴ്സ് ആയിരിക്കും. ഇതുപോലെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡിറക്ഷൻ ഉണ്ടാവുക. ഇനി ഒരു ലൈൻ ചാർജ്, ഇൻഫിനിറ്റ് ലൈൻ ചാർജിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എങ്ങനെയായിരിക്കും? അപ്പം ആർ ഡിസ്റ്റൻസിൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് നോക്കുമ്പോഴത്തേക്കും അതൊരു സിലിണ്ടർ ആവാനേ തരമുള്ളൂ. സോ ദിസ് ഇസ് ദ ഡിറക്ഷൻ ഓഫ് ദി electric field which is radially outwards. So the equipotential surface of a line charge is a cylinder. Now if we have a plain sheet of charge, ഒരു plain sheet of charge ആണെങ്കിൽ അതിന്റെ equipotential surface എങ്ങനെയായിരിക്കും? ഒരു plain sheet of charge നമുക്കൊരു ഒരു ബുക്ക് പേപ്പർ എടുക്കുകയാണെങ്കിൽ അതിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിൽ ഉള്ള ഒരു മറ്റൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എടുക്കുകയാണെങ്കിൽ അതും എന്തായിരിക്കും? ഒരു പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് ആയിരിക്കും. സോ ദ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഓഫ് എ പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് ഈസ് അനദർ പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസിനെ കുറിച്ച് എല്ലാ പോയിന്റ്സും ഒന്നും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടില്ല. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു.